നമുക്കറിയാത്ത ഒരുപാട് വേദനകളിലേക്കുള്ള മരുന്നാണ് എണ്ണിച്ചുട്ട് കുറേയേറെ മനുഷ്യരെ തേടിയെത്തുന്ന പെൻഷൻ കാശ്. അതിൽ കൈയിട്ട് വരണമെങ്കിൽ ചില്ലറ ഉളുപ്പില്ലായ്മ പോരാ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. സർക്കാർ ശമ്പളം വാങ്ങുന്ന മാന്യന്മാർ മാത്രമല്ല, കോടീശ്വരന്മാർ വരെ വരി നിൽക്കുന്നുണ്ട് പാവപ്പെട്ടവന്റെ ഇത്തിരി കാശിന്റെ പങ്കുപറ്റാൻ. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടവർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടവർ, ഇതിനെല്ലാത്തിലും ഉപരി പെൻഷൻ അനുവദിക്കേണ്ടവർ എല്ലാവരും കണ്ണടച്ചത് എങ്ങനെയാണ്? ഇത്ര നാണമില്ലാത്ത മനുഷ്യരായി പോയോ? കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതരുടെ കടന്നുകയറ്റം സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അതിൽ വരി നിൽക്കുന്ന മഹാന്മാരുടെ, വലിയവനെന്ന് അവനവൻ തന്നെ വിചാരിക്കുന്ന, അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളുമുള്ള മനുഷ്യരുടെ പട്ടിക നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അനർഹർക്ക് വേണ്ടിയാണോ കേരളം ഇത്രമേൽ പണം നീക്കിവെക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ എന്ത് ശാന്തമായ ഉറക്കം. എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങുക. നോക്കൂ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സഹജീവികളുടെ അതിൽ അവശത അനുഭവിക്കുന്നവരെ കൈപിടിച്ച് നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി മറ്റുള്ളവരിൽ നടക്കുന്നത് നമ്മൾ ഇന്ധന സെസ്സർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ല നിനക്ക് പറയാം. അപ്പൊ അങ്ങനെ അതിൽ നിന്നെല്ലാം പെറുക്കി എടുത്ത് ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി താങ്ങും തണലുമായി കൊടുക്കുന്ന പണമാണ്. അതിൽ കൃത്യത വരുത്തുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില മധു, അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഉത്തരവാദപ്പെട്ട വകുപ്പിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. 2022 CAG ഇത്തരം വിശദീകരണം നൽകിക്കൊണ്ട് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുന്നത്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നാം അന്തം വിട്ടുപോകും. ആ റിപ്പോർട്ട് ഒരു ഗുഹയാണ് എന്ന് വെക്കുക. ആ ഗുഹയുടെ ഗുഹാമുഖത്തേക്ക് നാം പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട 2.7 കോടി, അതായത് 1458 പേർ സർക്കാർ ജീവനക്കാരായിരിക്കെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൂടി വാങ്ങുന്നു എന്ന് പറയുന്നത് ആ ഗുഹാമുഖത്തേക്കുള്ള പ്രവേശനം മാത്രമാകുന്നു. ആ റിപ്പോർട്ട് മുഴുവൻ എടുത്തു നോക്കിയാലാണ് യഥാർത്ഥ ഭാവം എന്താണ്, എത്ര വൈകൃതമാണ്, എത്ര മനസ്സിലാവുന്നത്. അപ്പൊ ഞാനൊരു ലോക തോൽവിയായി പോലും എന്റെ നിയമം CAG കണ്ടെത്തുന്നു, ഈ 96,285 പേരിൽ തന്നെ മരിച്ചവർ ഉണ്ടായിരുന്നു. ആ മരിച്ചവരുടെ ലിസ്റ്റ് അതാത് സമയം കണ്ടുപിടിക്കാത്തത് കൊണ്ട് 2021 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ 118.16 കോടി രൂപ ഖജനാവിന് നഷ്ടമായി. ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, ഇത് കുറെ വർഷങ്ങളായുള്ള കെടുകാര്യസ്ഥതയുടെ പേരിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തന്നെ ശുപാർശ ചെയ്യുന്നത് ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു അഴിമതി ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു സർക്കാർ തന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ജനം ആരോട് ചോദിക്കണം? യവന്മാരുടെ ഇതുപോലൊരു നാറിയ ഭരണം സർക്കാർ എന്ത് പഠിച്ചു? ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം ഇത് സർക്കാരിന്റെ ഒരു ശ്രദ്ധയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ PF കാലത്ത് കേവലം 34,43,413 പേർക്കാണ് 600 രൂപ വെച്ച് പെൻഷൻ ലഭിച്ചിരുന്നെങ്കിൽ LDF അതിൽ തന്നെ 18 മാസക്കാലം കുടിശ്ശികയായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് കൃത്യമായി 63 ലക്ഷത്തോളം പേർക്ക് ആ പെൻഷൻ നൽകുന്ന നിലയിലേക്ക് വന്നു. അതിനൊന്നും ഇല്ലേ? 11 കോടി രൂപയായിരുന്നു. എന്നാൽ 2016-21 5 വർഷക്കാലം LDF ഗവൺമെന്റ് വിതരണം ചെയ്തത് 35,154 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ സാധാരണക്കാരന് വിതരണം ചെയ്തത്. ഞാൻ ഈ വാചകം ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതുകൊണ്ട് മറുത്തൊന്നും കൊണ്ട് പറയണ്ട. അല്ല, എന്നാ പിന്നെ നിങ്ങളങ്ങ് പറഞ്ഞോ. ഒരു വാചകം പൂർത്തീകരിക്കാൻ സമ്മതിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു. മൂടും പോയി ഗുലാനെ. ഞാൻ തീർച്ചയായും എന്ന് പറയുകയാണ്. അല്ല, അങ്ങ് ആദ്യഘട്ടം മുതൽ ഇത്രയും അവരുടെ കാര്യമില്ല. എനിക്ക് അങ്ങ് പറയുന്നത് തടസ്സപ്പെടുത്തണമെന്നോ എന്നൊന്നും ഒരു ചർച്ചയിൽ അരമണിക്കൂർ ഒരു ചർച്ചക്കകത്ത് 5 പേരുള്ള ചർച്ചയിൽ 5ാമത് സംസാരിക്കുന്നയാൾ സ്വാഭാവികമായി ശ്രീ ജ്യോതികുമാർ ചമക്കാലയായിരുന്നെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പൊ തന്നെ അങ്ങ് 7:53 സംസാരിച്ചു തുടങ്ങി. 58 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇടപെടുന്നത്. അത്ര അങ്ങ് ആദ്യമായി ടെലിവിഷൻ ചർച്ചകളിൽ ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ തർക്കിക്കുന്നത്? ഇതൊരു നടക്ക് പോണ കേസല്ല. അല്ല, ഒരു കാര്യം, ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ. എന്താണ് ഈ പാനലിന്റെ പ്രത്യേകത?
നിങ്ങൾ വിവിധ രീതിയിൽ സർക്കാരിനെതിരായി കൂടി ഈ വിഷയത്തെ തിരിക്കാൻ സർക്കാർ എടുത്ത ഒരു നിലപാടിലൂടെ സർക്കാർ ശക്തമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന തെറ്റായ നിലയിൽ ആരെങ്കിലും ഈ പെൻഷനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ കടന്നുപിടിക്കാൻ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുന്നതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി വിവിധ തലങ്ങളിൽ സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി കഴിയുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പാനൽ രൂപീകരിക്കുക. അതിൽ തോന്നിയാസം പറയരുത്. ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന 5 പേരുള്ള പാനൽ, 4 പേരും എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ ജോയി, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? അങ്ങനെ വരുന്ന ഒരു പാനലിനകത്ത് നിശബ്ദമായി അരമണിക്കൂർ ഇരുന്ന് കേൾക്കുക. എല്ലാ വേർഷനിലും തെറ്റായ കാര്യങ്ങൾ പലരും അവതരിപ്പിക്കുന്നു, ശരിയായ കാര്യങ്ങളും ഉണ്ടാകും. എല്ലാം കൃത്യമാണ്, എല്ലാം കുറ്റമറ്റതാണ്, എല്ലാം കൃത്യമായ കാര്യക്ഷമതയോടുകൂടിയ സംവിധാനത്തിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് അവകാശപ്പെടുമ്പോൾ പിന്നെ എങ്ങനെ ഇത്രയധികം ആളുകൾ ഇത് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ക്ഷേമ പെൻഷൻ വേണം കേട്ടോ എന്ന് ട്രഷറിയിൽ പോയി പറയുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനമല്ല. അതിന് പെൻഷൻ അർഹതയുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഈ പെൻഷൻ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇത് രേഖപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ പല ചാനലുകളിലൂടെ കടന്നുപോയി മാത്രമാണ് ഇത് അനുവദിക്കപ്പെടുക. അത് അനുവദിക്കപ്പെടുമ്പോൾ അത് വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ അത് തിരിച്ചറിയുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അതൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെയാണ് ഏറ്റവും കൃത്യമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, ഗൂഢാലോചന നടത്താൻ വേണ്ടിയല്ല. ഇവിടെ ഒരു പ്രതിപക്ഷ പാനലിസ്റ്റ് ഉണ്ട്, ഒരു ഭരണപക്ഷ പാനലിസ്റ്റ് ഉണ്ട്, സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, ഒരു പൊതുപ്രവർത്തകനുണ്ട്, അദ്ദേഹം വിവരാവകാശ പ്രവർത്തകൻ കൂടിയാണ്. എവിടെയാണോ നമ്മൾ സാമ്പിൾ എന്ന രീതിയിൽ ഒരു 42 പേരുടെ പരിശോധന നടത്തുമ്പോൾ 38 പേർ അതിൽ അനർഹരാണ് എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയത്, ആ വാർഡിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട്. ഇതെങ്ങനെയാണ് ഗൂഢാലോചന സിദ്ധാന്തമാകുന്നത് എന്ന് എനിക്ക് എന്റെ 10-12 വർഷക്കാലത്തെ മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ നിന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്കുള്ള അറിവേ എനിക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. നടന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ഭാര്യയുടെ അർഹമായ പെൻഷൻ കിട്ടുന്നു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അർഹമായ പെൻഷൻ കിട്ടുന്നു. ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ട ഒരിടത്ത് ഇത്തരത്തിൽ ആശ്രിത പെൻഷൻ വാങ്ങുന്നവരുടെ കൃത്യമായ കണക്ക് പോലും സൂക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതും ട്രഷറിയിൽ നിന്ന് പോലും പണം അടിച്ചു മാറ്റുന്നു എന്നുള്ളതും ഇത്തരത്തിൽ അനർഹരായവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൈയിട്ട് വാരി തിന്നുന്നു എന്നുള്ളതും കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, സൂക്ഷ്മമില്ലാത്തവന്റെ മുതലേ നാണമില്ലാത്തവൻ തിന്നുന്ന അവസ്ഥയിലെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുമ്പോൾ അത് കൃത്യമായ ഒരു പാനൽ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ കരിവാരി തേക്കാനാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധു, നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. സൈലൻസ്. സജീഷ്, നോക്കുമ്പോൾ ചെറിയ നമ്പർ അല്ല അനർഹരായിട്ടുള്ളവർ ഈ പട്ടികയിൽ കടന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ ഒരു നമ്പർ അല്ല. അതുപോലെ തന്നെ ഇത് കോട്ടക്കൽ നഗരസഭ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നതും ചെറുതല്ല. അപ്പോൾ കൃത്യമായി മസ്റ്ററിംഗ് നടക്കുന്ന, കൃത്യമായി മേൽനോട്ടം നടക്കുന്ന, കൃത്യമായി സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത്രയധികം വീഴ്ച ഉണ്ടാവുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്. അതൊരു കാര്യം ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ സൂചിപ്പിക്കാം. ഒന്ന്, ഇനി പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, അത് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ച കാര്യമാണ്. പൊളിറ്റിക്കലായി നിൽക്കുന്ന ആളുകളോട് സംവദിക്കാൻ ഞങ്ങൾ രാഷ്ട്രീയപരമായി തയ്യാറാണ്. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും, സ്ലാങ് പറയും, അപ്പ കേട്ടാ മതി, സ്ലാങ് കാണിക്കും, അപ്പ കണ്ടാ മതി. ഞാൻ പറയട്ടെ മാധു, എന്റെ അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഇരുന്ന് തരാൻ വരുന്ന കളിപ്പാവകളല്ല, അതാദ്യം മനസ്സിലാക്കുക. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായം കഴുതേ ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. ഇവിടെ ഹരിദാസ്, MK ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനല്ല. നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാം, ഞങ്ങൾക്ക് സ്വതന്ത്രനല്ല. ഞങ്ങൾക്ക് അങ്ങേയറ്റം ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഗവൺമെന്റിനെയും എതിർക്കുക എന്നത് ശ്വാസോച്ഛ്വാസത്തിൽ തുടരുന്ന വ്യക്തിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കലായി അപ്പുറത്ത് കോൺഗ്രസും BJPയും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അല്ലാതെ ഒരുക്കി വെക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറല്ല. ഇത് ചന്തയല്ല. ഒരു അഭിപ്രായം പറയാൻ താങ്കൾക്ക് അവസരമുണ്ട്, താങ്കൾക്ക് അവസരമുണ്ട്, താങ്കൾക്ക് അവസരമുണ്ട്. ണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ്, കുറച്ചൊക്കെ വിവരം വേണം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇനിയും അങ്ങനെ സംസാരിക്കുള്ളൂ. ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിൽ വേണമെന്ന ആവശ്യം വിളിച്ചത് ഇല്ല. പക്ഷെ അങ്ങ് ബഹുമാനം സംസാരിച്ചാൽ എനിക്കറിയില്ല. അങ്ങ് പക്ഷേ പറയുന്നു ഞാൻ സർക്കാരിനെതിരെ സകലകാര്യങ്ങൾ പറയാൻ ഒരു പാനൽ വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടാക്കി. എത്ര നേരമായിട്ട് ഞാൻ വായിട്ട്
അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ എസ് കെ സതീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 30 സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു സ്റ്റോറി സംരക്ഷണം ചെയ്യാനുള്ള സമയമുണ്ട്, നിങ്ങളുടേതാണ് സമയം. അത്തരം ചെറുതാകലുകൾക്ക് ഇവിടെ ഇടവുമില്ല. രാഷ്ട്രീയ നിലപാട് മാത്രമേ പറയുള്ളൂ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് മാത്രമേ സമ്മതിക്കൂ എന്നൊക്കെ മറുപടിയിലേക്കാണ് എനിക്ക് കടക്കുന്നത്. ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു, അത്രമാത്രം. നിങ്ങൾക്ക് അത് പൊള്ളുമെന്ന് എനിക്കറിയാം. കാര്യങ്ങൾ പറയും, വ്യക്തിപരമല്ല. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം, വ്യക്തിപരമല്ല കേട്ടോ. പൊതുവെ എല്ലാവരോടും കൂടി പറയുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ, ശരി, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എന്റേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട്. ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ എതിർത്തേ മതിയാകൂ എന്ന വാശി പിടിക്കാതിരിക്കൂ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? അനുവദിക്കൂ, അത് പറഞ്ഞേ പോകാൻ വേണ്ടി പറ്റൂ. മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഒഫീഷ്യലായി സംസാരിക്കാം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയേണ്ട കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം പറഞ്ഞു വെക്കാം. അതായത് ഇവിടെ നേരത്തെ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ക്ഷേമ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നത്. അടുത്ത നവംബർ 1 തീയതി 2025 നവംബർ 1 തീയതി കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. പറയണ്ടേ? ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ഈ പാനലിൽ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു 100 വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല. ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല. അത് മാറുന്നത് ഈ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം എന്ന്. അപ്പുറത്തൊക്കെ നേരത്തെ പറഞ്ഞ സിദ്ധരാമയ്യയുടെ കർണാടകയൊക്കെ 1000 കൊല്ലം കോൺഗ്രസും BJP ഭരിച്ചാലും അങ്ങനെ മാറാൻ വേണ്ടി പോകുന്നില്ല. പറയട്ടെ ജ്യോതികുമാർ അങ്ങനെ പ്രയാസപ്പെടണ്ട. ഞാൻ പറയട്ടെ, പിന്നെ ഇവിടെ അങ്ങനെ ഓരോ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് പോകുന്നു. പിന്നെ നിങ്ങളുടെ കാലത്ത് 25,000 രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് 1 ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി. അത് മാത്രവുമല്ല 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്.